വനിതാ സംവരണ ബില്ല് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടെങ്കിലും പരസ്പരം പഴിചാരി പ്രചാരണം ശക്തമാക്കി ബിജെപിയും കോൺഗ്രസും. നേരത്തെ പാസാക്കിയ ബില്ല് പ്രകാരം വനിതാ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രചാരണത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചു. ഭേദഗതി ബില്ലിനെ ലോക്സഭയിൽ എതിർത്തതിൽ പ്രതിപക്ഷത്തിനെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂരദർശനിലെ അഭിസംബോധന ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൌനമെന്നും ആക്ഷേപമുയർന്നു. 2023 പാസായ വനിതാ സംവരണ ബിൽ ഉടനടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം. OBC സംവരണം നടപ്പിലാക്കാൻ ഭേദഗതി കൊണ്ടുവരണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഓരോ സംസ്ഥാനങ്ങളിലും പൊതുയോഗങ്ങളും വാർത്താ സമ്മേളനങ്ങളും റാലികളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഇന്ന് ലക്നൌവിൽ റാലി സംഘടിപ്പിച്ചു. TMCയും DMKയും ചാരമാകുമെന്നും പെങ്ങളെയും അമ്മയെയും MP-മാരാക്കിയ രാഹുൽ ഗാന്ധി മറ്റു വനിതകളെക്കുറിച്ച് ചിന്തിക്കില്ലെന്നും റാലിക്കിടെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. സ്ത്രീ ശാക്തീകരണം അജണ്ടയാക്കി ഈ മാസം 30-ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ സംവരണ ബിൽ വിഷയത്തിൽ അഭിസംബോധനയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പ്രളയമാണ്. അഭിസംബോധന പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതികൾ. എന്നാൽ പരാതികളിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മൗനമെന്നാണ് ആക്ഷേപം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.